ദീപക്, നമ്മൾ ചോദിച്ചത് മലബാർ മേഖലയിൽ ഇപ്പോൾ ടി.പി. രാമകൃഷ്ണൻ ആവട്ടെ, അടൂർ പ്രകാശ് ആവട്ടെ, ഒരു പ്രശ്നം എവിടെയില്ല എന്ന് പറഞ്ഞാലും നമുക്കറിയാമല്ലോ. മലബാർ മേഖലയിൽ, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ, എല്ലാ മേഖലയിലും ചില പ്രശ്നങ്ങൾ അവിടെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ കുറച്ചുകൂടി പ്രകടമായ പല സ്ഥലങ്ങളിൽ ഇന്ന സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് വേണ്ട, ഇന്ന സ്ഥാനാർത്ഥി വേണം എന്നടക്കമുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ അടക്കം നമ്മൾ ഈ പോയ ഒരു 10 ദിവസങ്ങളിൽ വളരെ കാര്യമായി തന്നെ കണ്ടതാണ്. അപ്പോൾ ആ പ്രശ്നപരിഹാരം മുന്നണികൾക്ക് അനിവാര്യമാണ്, എന്ത് വില കൊടുത്തും. ദീപക്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആരാദ്യം നടത്തും എന്നുള്ളതാണ്. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും CPIM-ന്റെ നേരത്തെ തന്നെയുള്ള സെക്രട്ടേറിയറ്റിൽ അവർ മലബാറിലെ മിക്കവാറും എല്ലാ സീറ്റുകളിലെയും പ്രഖ്യാപനം ഒന്നാം ഘട്ടത്തിൽ തന്നെ നടത്തുക, തെക്കൻ കേരളത്തിലെയും കൊച്ചിയിലെയും മധ്യ കേരളത്തിലെയും സ്ഥാനാർത്ഥി പട്ടികയെ കൂടി ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ടി.പി. രാമകൃഷ്ണൻ പറഞ്ഞത് ഇന്ന് M.V. ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്നുള്ളത്. അതായത് ആദ്യ ലാപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഒരു പടി മുന്നിൽ ഇടതുമുന്നണി എത്തുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. മറ്റൊന്ന്, ആഷ്മി ചോദിച്ച മലബാറിലെ പ്രശ്നങ്ങളിലേക്ക് സ്പെസിഫിക് ആയി വന്നാൽ, മലബാറിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനമായി പ്രശ്നം നേരിടുന്നത് ഒരുപക്ഷെ പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ വെല്ലുവിളിയായിരുന്നു സമീപകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. തെക്കൻ കേരളത്തിലാണെങ്കിൽ G. സുധാകരൻ ഉയർത്തിയ വെല്ലുവിളി. എന്നാൽ അതുക്കും മേലെയായി ഇപ്പോൾ K. സുധാകരൻ വെല്ലുവിളി ഉയർത്തിക്കഴിഞ്ഞു. K. സുധാകരൻ ഹൈക്കമാൻഡിന് കൃത്യമായി വിരൽ ചൂണ്ടി പറയുന്നു, കണ്ണൂരിൽ തന്നെ മത്സരിപ്പിച്ചില്ലെങ്കിൽ താൻ തൻ്റെ പാട്ടിന് പോകും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. K. സുധാകരനുമായി അടുത്ത വൃത്തങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആത്മമിത്രങ്ങളുമായി സംസാരിക്കുമ്പോൾ എന്തിന് നാണം കെട്ട് KS തുടരണം എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഏത് എക്സ്ട്രീം സ്റ്റാൻഡിലേക്കും പോകും. നേരത്തെ BJP ചർച്ചകൾ നമ്മൾ കേട്ടതാണ്. മാത്രവുമല്ല, K. സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മത്സരിക്കുന്നില്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, മലബാറിൽ ഈഴവ വിഭാഗത്തിൽ നിന്നും ഒരു പ്രമുഖ നേതാവ് മത്സരിക്കാതെ പോകുന്നു, UDF-ന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകാതെ പോകുന്നു. കോഴിക്കോട് ജില്ല നോക്കുമ്പോൾ 13 മണ്ഡലത്തിൽ ഒരു മണ്ഡലത്തിൽ പോലും കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന് ജയിക്കാൻ സാധിച്ചിട്ടില്ല. ആകെ UDF-ന് KK രമയും പിന്നെ MK മുനീറും ഒക്കെയായി ഘടകകക്ഷികൾ മാത്രമാണുള്ളത്. മാത്രവുമല്ല, ഇവിടെ മുല്ലപ്പള്ളിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് തീരുമാനിച്ചു. എന്നാൽ ഒടുവിൽ മുല്ലപ്പള്ളിക്ക് സീറ്റില്ല. മുല്ലപ്പള്ളി നിരാശനാകുന്നു, പ്രതിഷേധിക്കുന്നു സംഘടനയ്ക്കകത്ത്. ഇതാണ് അവസ്ഥ. അങ്ങനെ നോക്കുമ്പോൾ ഒരു വലിയ പ്രതിസന്ധി UDF-ൽ അവിടെ രൂപപ്പെടുന്നു. മറ്റൊന്ന്, ശ്യാമള ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി അവിടെ CPM-ൽ ചെറിയ പ്രശ്നങ്ങൾ ആദ്യം തുടങ്ങി. അത് പിന്നെ സൈബറിടങ്ങളിലായി. CPIM അതിനെ വകവെക്കേണ്ടതില്ലെന്ന തീരുമാനമെടുത്തു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര കമ്മിറ്റി അംഗവും ക്രൗഡ് പുള്ളറുമായ KK ശൈലജ മത്സരത്തിനെത്തുന്നത് പേരാവൂരിലാണ്. ഏറ്റവും പൊന്നാപുരം കോട്ടയായി UDF കരുതുന്ന പേരാവൂരിൽ KPCC അധ്യക്ഷൻ സിറ്റിംഗ് MLA ആയ സണ്ണി ജോസഫിനെതിരെ മത്സരിക്കാൻ വരുന്നു. അവിടെ CPIM വിശദീകരിക്കുന്നത് ആ മണ്ഡലം പിടിക്കാനാകും. മാത്രവുമല്ല, 25 വർഷം മുമ്പ് പേരാവൂർ MLA ആയിരുന്നു KK ശൈലജ. മണ്ഡല പുനർനിർണയത്തിന് ശേഷമാണ് അവർ കൂത്തുപറമ്പിൽ പോയി സിറ്റിംഗ് മന്ത്രിയായ KP മോഹനെ തോൽപ്പിച്ച് ആരോഗ്യമന്ത്രിയായി കേരളത്തിലെ ഗ്ലാമർ മന്ത്രിയായി മാറിയത്. അങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് CPM വിശദീകരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും മുറുമുറപ്പ് ചെറുതായെങ്കിലും അകത്തുണ്ട്. മറ്റൊന്ന്, BJP-യെ സംബന്ധിച്ചിടത്തോളം അവർ ലക്ഷ്യം വെക്കുന്ന 2 മണ്ഡലങ്ങൾ, അത് മഞ്ചേശ്വരവും പാലക്കാടുമാണ്. മഞ്ചേശ്വരത്ത് K. സുരേന്ദ്രൻ മാസങ്ങളായി ക്യാമ്പ് ചെയ്യുന്നു. BL സന്തോഷിനെ പോലുള്ള ദേശീയ തലത്തിലെ പ്രധാന സംഘടനാ സെക്രട്ടറിമാർ ആ മണ്ഡലം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ 3 മുന്നണികൾക്കും ട്രിപ്പിൾ ഷൂട്ടർ കോൺസ്റ്റിറ്റ്യുവൻസികൾ മലബാറിലാണെന്ന് പറയേണ്ടി വരും. ഹാഷ്മി, ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.